ജയറാമേട്ട സുഖം. ജയറാം സുഖായിരിക്കുന്നു. കുട്ടികളെ സുഖായിരിക്കുന്നു. മോനിപ്പോ എന്ത് ചെയ്യുന്നു? ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 10th കഴിഞ്ഞു ചേച്ചി. 10th കഴിഞ്ഞു. ഓ ശരി. അങ്ങനെ പോണു. ഞാന് ഈയിടെ പാവൈ കഥകൾ കണ്ടു. അതില് ഞാൻ എന്നിട്ട് കാളിദാസിന് ഞാൻ മെസ്സേജ് അയച്ചു, കണ്ണന് ഞാൻ മെസ്സേജ് അയച്ചു, പക്ഷെ കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല. പക്ഷെ എനിക്ക് ഇല്ല, എൻ്റെ നമ്പർ അറിയില്ല. ഞാൻ ഭാവനയുടെ അടുത്ത് നിന്നാണ് നമ്പർ ചോദിച്ചു മേടിച്ചത്. എന്നിട്ട് ഞാൻ മെസ്സേജ് അയച്ചു, പക്ഷെ എപ്പോഴും യൂസ് ചെയ്യുന്ന നമ്പറാണോ എന്ന് അറിയില്ല. ഞാൻ എന്നിട്ട് അത് കണ്ടിട്ട് അസാധ്യമായിട്ട് ചെയ്തിരിക്കണു. കാരണം അസല നമുക്ക് ഞാൻ വിചാരിക്കുക എന്ത് ചെറിയ കുട്ടിയായിരുന്നു, ഇത്ര നന്നായിട്ടൊക്കെ ചെയ്യോ, അങ്ങനെ നമ്മുടെ ഇത്രയും കുട്ടികൾ ഇത്രയും വലുതായോ എന്നൊക്കെ അസാധ്യമായിട്ട് ചെയ്തിരിക്കണം. അതെ അതെ. ചക്കിയുടെ ഒരു മ്യൂസിക് വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്. അതെ അല്ലേ? ചക്കിയുടെ ഒരു മ്യൂസിക് വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്. രണ്ടുപേരും വലിയ കുട്ടികളായി, വലിയ ആൾക്കാരായി. പാർവതി ചേച്ചിയുടെ എന്നാ സിനിമയിലേക്ക്? അതെ, വേണ്ട, അത് ഞാൻ പേഴ്സണലി ചോദിച്ചോളാം. പാർവതി ചേച്ചി എന്നാ സിനിമയിലേക്ക് ഒന്ന് വീണ ചോദിക്കുക. അങ്ങനെ എങ്കിൽ പാർവതി ചേച്ചി ചോദിക്കും സംയുക്ത എന്നാ സിനിമയില്? ഇതിന്റെ ഇടയിൽ കൂടെ. അതെ അതെ. ഏതായാലും അവിടെ എല്ലാവരോടും പറയൂ ചേച്ചി, അന്വേഷണം പറയൂ, ഞാൻ വിളിക്കാം ചേച്ചി, ഞാൻ വരാം ചേച്ചി. ചേച്ചിയുടെ നമ്പർ കൊടുത്തേക്കാം കേട്ടോ. എന്റെ ചേച്ചിയുടെ നമ്പർ പോയി, എന്റെ ഉണ്ട് ഒരു പഴയ നമ്പറാ, പക്ഷെ അത് മാറിയിട്ടുണ്ടാവണം. ഞാൻ വീണയുടെ അടുത്ത നമ്പർ അല്ലെങ്കിൽ അബിതയുടെ അടുത്ത നമ്പർ മേടിച്ചോളാം, ഞാൻ വിളിച്ചോളാം. ഓക്കെ, താങ്ക് യു ചേച്ചി. താങ്ക് യു ചേച്ചി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, മോനൊരു അമ്മ എനിക്കൊരു പെൺകുട്ടിയെ ഇഷ്ടമാണെന്ന് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ എങ്ങനെ റെസ്പോണ്ട് ചെയ്യും? നല്ല കാര്യല്ലേ, എല്ലാരും ഇഷ്ടപ്പെടണ്ടേ, എല്ലാരും തമ്മിലൊക്കെ ഇഷ്ടമാവണം. അതൊരു ജനറലൈസ്ഡ് ആൻസർ ആണ്. എന്നാലും അങ്ങനെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ ഒരു ഫസ്റ്റ് പ്രതികരണം എന്തായിരിക്കും? അല്ല, നല്ല കാര്യം, അതൊക്കെ ഉണ്ടാവണം, അതൊക്കെ നാച്ചുറൽ ഫീലിംഗ് ആണ്, അതൊക്കെ ഉണ്ടാവണം. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടില്ല. പറയാൻ മടിയായതുകൊണ്ടാണോ? അത് അതിന്റെ എല്ലാ കാര്യങ്ങളും മറ്റേ സിക്സ്ത് സെൻസിലൂടെ കിട്ടുന്ന അമ്മയ്ക്ക്? അതല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, ആ ഒരു രീതിയിലല്ല. പക്ഷെ നമ്മൾ പറയില്ലേ, നമുക്കറിയാം, ഇപ്പൊ ചില സമയത്ത് നമുക്ക് പരിചയമുള്ള ആൾക്കാർ, ഇപ്പൊ ബിജുവേട്ടനെയും ദക്ഷിണയൊക്കെ മുഖം കണ്ടാൽ തന്നെ നമുക്കറിയാം എന്തോ സങ്കടം ഉണ്ട്. അത് നമ്മൾ വീട്ടിലുള്ളവർക്ക്, അതിപ്പോ വീണയുടെ വീട്ടിലുള്ളവർക്ക് അറിയാം, അമ്മയ്ക്ക് അറിയാം, നമുക്ക് അമ്മമാർക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡോ അങ്ങനെ അത്രയും വർഷമായിട്ടുള്ളവരാകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എന്തോ മനസ്സിന് സുഖമില്ല, എന്തോ ഇറിറ്റേറ്റഡ് ആണ് എന്നുള്ള. അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ, സിക്സ്ത് സെൻസ് എന്നല്ല.